എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് CPM ജനങ്ങളുടെ വോട്ട് നേടി 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു. അതേസമയം BJP 35 കൗൺസിലറുള്ള BJP പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ 35 കൗൺസിലർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കുറ്റകര അനാസ്ഥ, അഴിമതി, കഴിവില്ലായ്മ അതിനെല്ലാം അവർ സമരം ചെയ്തു, എക്സ്പോസ് ചെയ്തു. പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ജനങ്ങൾ BJPക്ക് കൊടുത്തു. ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല, BJPന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും, ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. സെക്കൻഡ് അല്ല, തേർഡ് അല്ല, ഫോർത്ത് അല്ല, ലാസ്റ്റ് അല്ല, ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇവർ BJPന്റെ കാൻഡിഡേറ്റ്സുമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന BJPന്റെ പ്രവർത്തകരാണ്. ഈ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ 365 ദിവസവും 24 മണിക്കൂറും അധ്വാനിക്കാൻ ഇറങ്ങുന്ന പ്രവർത്തകരാണ്. വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതി രഹിത അനന്തപുരി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും, വലുതും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, ഒരു ഭരണം. ഈ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം. ഞാനിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് ഒരു അടുത്ത 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു, ഈ പാർട്ടിയും ഈ പാർട്ടിന്റെ എല്ലാ കാൻഡിഡേറ്റ്സ് ഇന്ന് പ്രഖ്യാപിക്കുന്ന 67 സ്ഥാനാർത്ഥിയും അതിന്റെ ഒപ്പം വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാടിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും, അധ്വാനിക്കും. അത് എന്റെ ഉറപ്പാണ്, ഞങ്ങൾ ഈ പാർട്ടിന്റെ ഉറപ്പാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരെയും, എല്ലാ സാധാരണ ജനങ്ങളെയും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.